ഭാവിയുടെ ഫാക്ടറികൾ വീണ്ടും പ്രവർത്തനനിരതമാവുകയാണ്. യന്ത്രങ്ങളുടെ മുരൾച്ചയോ വാണിജ്യോൽപാദനമോ ലാഭേച്ഛയുടെ കണക്കുകൂട്ടലുകളോ ഇല്ലാത്ത വിദ്യാലയങ്ങളിൽ പുതിയൊരു അധ്യയന വർഷത്തിന്റെ മണി മുഴങ്ങുന്നു. അവർ വരികയായി, ഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ, മനുഷ്യത്വത്തിന്റെ നവമൂല്യങ്ങളുടെ കാവൽക്കാരാകേണ്ടവർ. ഉച്ചനീചത്വങ്ങളുടെ, മതഭ്രാന്തകളുടെ, യുദ്ധങ്ങളുടെ, കപട ദേശീയവാദത്തിന്റെ, അക്രമോത്സുക രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗതവും ആർജിതവുമായ സ്വത്തുക്കളൊന്നും അവർക്ക് കൈമാറാതിരിക്കുക. പിറക്കട്ടെ ഒരു നല്ല കാലം. സമൂഹത്തിൽ എന്തൊക്കെയോ അരുതായ്മകൾ പ്രത്യക്ഷമാകുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൽ പിഴവ് പറ്റിയെന്ന് പരിശോധിക്കേണ്ടത്. അതുകൊണ്ടാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ലഹരി വിരുദ്ധത മുതൽ റോഡ് നിയമങ്ങൾ വരെ പഠിപ്പിക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഇത്തവണ ലക്ഷ്യമിട്ടത്. അതിനായി മാറ്റിവെച്ച സമയം തൂലവും പരിമിതമായി പോയെങ്കിലും നല്ലൊരു തുടക്കമാകട്ടെ. രാഷ്ട്രീയം തങ്ങളുടെ ആശയപ്രചാരണത്തിനും അധികാരത്തിനുമുള്ള ധ്രുവീകരണോപാധിയാക്കി കരിക്കുലത്തെയും മാറ്റുകയാണ്. ചരിത്രത്തെ ഏറെ വികലമാക്കി. സ്വാതന്ത്ര്യ സമരത്തിലും രാഷ്ട്രീയ നിർമ്മിതിയിലും എതിരാളികളുടെ പങ്ക് ഇല്ലാതാക്കാനും തങ്ങൾക്കില്ലാത്തത് കൂട്ടിച്ചേർക്കാനും ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും തമസ്കരിക്കാനും NCERT-യിലൂടെ നടത്തിയ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സഹിഷ്ണുതയുടെയും ദേശീയോദ്ഗ്രഥനത്തിന്റെയും മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുകളുടെയും തുല്യതയുടെയും വേരുകൾ പൊട്ടിമുളയ്ക്കേണ്ടത് വിദ്യാലയങ്ങളിലാണ്. ഭരണകൂടങ്ങളിൽ നിന്ന് ഏറെയൊന്നും പ്രതീക്ഷിക്കാനില്ലെന്നായി. രാഷ്ട്രീയ ബോധവും ബോധ്യങ്ങളും പ്രതികരണശേഷിയുമൊക്കെ വളർത്തിയെടുക്കേണ്ടിയിരുന്ന കലാലയങ്ങളെ പാർട്ടി കുടികളുമായി എത്തിയ സാമൂഹിക വിരുദ്ധർ കലാപഭൂമികളാക്കി. കലാലയ രാഷ്ട്രീയം വെറുക്കപ്പെട്ട ചരക്കോ എതിർക്കപ്പെടേണ്ട മുന്നേറ്റമോ ആയി മാറി. വിദ്യാഭ്യാസത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട്. കൂടുതൽ മാർക്ക് വാങ്ങുന്നതിനൊപ്പം നല്ല മനുഷ്യരാകാനും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. മതരാഷ്ട്രീയ കരിക്കുലങ്ങളിൽ തളച്ചിടപ്പെട്ട വിദ്യാർത്ഥികൾ പുതിയൊരു പ്രതിജ്ഞയെടുക്കുവോളം ഒരു വസന്തത്തെയും പ്രതീക്ഷിക്കാനില്ല. ഒരു പ്രതിജ്ഞയുടെ വാക്കുകളാൽ ആ പൂന്തോപ്പിന്റെ വാതിലൊന്ന് തുറക്കാൻ ശ്രമിക്കട്ടെ. ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഭൂമിയെ കൂടുതൽ വാസയോഗ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധർ. രാഷ്ട്രപൗരരെങ്കിലും വിശ്വസാഹോദര്യത്തിന്റെ പതാക അവസാന ശ്വാസം വരെ താഴെവെക്കില്ല. കക്ഷി രാഷ്ട്രീയവും അപരനെ ശത്രുവായി കാണുന്ന മതഭ്രാന്തകളും ഇടുങ്ങിയ ദേശീയവാദങ്ങളുമല്ല, എല്ലാവരെയും ഒന്നായി കാണുന്ന വസുദൈവ കുടുംബകമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിക്കും. സാഹോദര്യത്തെയും പരസ്പര ബഹുമാനത്തിന്റെയും തുല്യതയുടെയും പരീക്ഷണങ്ങൾക്ക് ക്ലാസ് മുറികളിൽ ഞങ്ങൾ തുടക്കമിടും. ജാതി, മത, വർണ്ണ, സാമ്പത്തിക വിവേചനങ്ങളെ പ്രവൃത്തിയിൽ നിന്നും ചിന്തയിൽ നിന്നും ബഹിഷ്കരിക്കും. സഹപാഠിയോട് ജാതി ഏതെന്നോ മതമേതെന്നോ അല്ല, വിശക്കുന്നുണ്ടോ എന്നേ ചോദിക്കും. സ്ത്രീകളെ തുല്യരായി കാണും. പരിസ്ഥിതിയെ സംരക്ഷിക്കും. ശുചിത്വം ജീവിതശൈലിയാക്കും. രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കും. ശാസ്ത്ര നേട്ടങ്ങളെ തിന്മകൾക്കല്ല, മനുഷ്യത്വത്തിലൂന്നിയ സുസ്ഥിര വികസനത്തിനായി ഞങ്ങൾ പ്രയോഗത്തിലെത്തിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളെ അസഹിഷ്ണുത കൊണ്ടല്ല, ജ്ഞാനത്തിലൂന്നിയ സംവാദങ്ങളാൽ ആശയ പരിണാമങ്ങളിലെത്തിക്കും. സമൂഹ മാധ്യമങ്ങളെ അധിക വിദ്യാഭ്യാസത്തിന്റെ ഉപശാലകളാക്കും. മയക്കുമരുന്ന് അടിമകളല്ല, മയക്കം വിട്ടുകൊണ്ടിരുന്ന തലമുറയാകും ഞങ്ങൾ. മാതാപിതാക്കളെയും അധ്യാപകരെയും എല്ലാ സഹജീവികളെയും ബഹുമാനിക്കും. എല്ലാ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും വൈവിധ്യങ്ങളെയും ആദരിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികളായിരിക്കും. പക്ഷേ ഞങ്ങൾ ചോദ്യം ചോദിക്കും. ഭിന്നിപ്പിക്കുന്ന മതഭാഷ്യങ്ങൾക്കും രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങൾക്കും വിധേയരല്ല ഞങ്ങൾ. ഞങ്ങളുടെ മൗനം ഇനിമേൽ തിന്മകൾക്കുള്ള സമ്മതമാകില്ല. വിദ്യാഭ്യാസത്തെ പാഠ്യപദ്ധതികളിൽ ഒതുക്കാതെ അധിക വായനയിലൂടെയും യാത്രകളിലൂടെയും മനുഷ്യബന്ധങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും വിപുലീകരിക്കും. ഞങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മാത്രമേ ഇനിമേൽ തൊഴിലുകളും ലക്ഷ്യങ്ങളും തിരഞ്ഞെടുക്കൂ. ഞങ്ങൾ മികച്ച ശാസ്ത്രജ്ഞരോ ഉദ്യോഗസ്ഥരോ ദിവസക്കൂലിക്കാരോ വ്യാപാരികളോ രാഷ്ട്രീയക്കാരോ മതനേതാക്കളോ ആയിത്തീരും. അതിനൊരുക്കമായി ഞങ്ങൾ ആദ്യം മനുഷ്യരാകും. മനുഷ്യൻ ഒരു കുലമായിട്ടും തുല്യരല്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരുടെ ശിരസിൽ കൈവച്ച് കണ്ണീരുണങ്ങിയ കവിളുകളിൽ ചുംബിച്ച് ഭൂമിയെ കൂടുതൽ വാസയോഗ്യമാക്കുമെന്ന് ഞങ്ങളിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ഞങ്ങൾ പോലും നമ്മൾ എന്ന മഹാസാഗരത്തിലേക്കുള്ള നീർച്ചാലുകൾ മാത്രം. നമ്മൾ ഒന്നാണെന്ന് ഇന്നിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ജ്ഞാനത്തിന്റെ കവാടങ്ങളെ ഞങ്ങളെ സ്വീകരിച്ചാലും. ഏതാനും വിദ്യാർത്ഥികളിൽ നിന്നെങ്കിലും ഇത്തരമൊരു പ്രതിജ്ഞ ഉയരുന്നുണ്ടോ എന്ന് കാതോർക്കുക. ഉണ്ടെങ്കിൽ നാം അത്രയങ്ങ് പരാജിതരല്ല. നമുക്കും അത് ഏറ്റുചൊല്ലാം. സ്വായത്തമാക്കിയ സകല നന്മകളെയും മനസ്സിലോർത്ത് വിദ്യാർത്ഥികൾക്ക് നേർവഴിയും അനന്തവിഹായസും കാണിച്ചു കൊടുക്കുക. ചിറക് വിടർത്താൻ പ്രോത്സാഹിപ്പിക്കുക. അതെ, ഈ ഭൂമിയെ കൂടുതൽ വാസയോഗ്യമാക്കേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളെ, ഭൂമിയെ വെടിപ്പാക്കൂ. ഞങ്ങളെയും ശുദ്ധീകരിക്കൂ.